ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 86-ാം അധ്യായത്തിലേക്ക് കടക്കണം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാനും വസുദേവരുമായിട്ടുള്ള ആ ഒരു സംവാദവും, അത് കഴിഞ്ഞ് ഭഗവാൻ ദേവകീദേവിയുടെ ആ ഒരു വിഷമം തീർത്ത് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന, മുമ്പേ മരിച്ചുപോയ 6 കുട്ടികളെയും മഹാബലിയുടെ സുതലത്തിൽ നിന്ന് കൊണ്ടുവന്ന് അമ്മയ്ക്ക് മതിയാവോളം അവരെ മടിയിലിരുത്താനും താലോലിക്കാനും ഉമ്മ വയ്ക്കാനും മുല കൊടുക്കാനും പോലും ഉള്ളതായിട്ടുള്ള അവസരമൊരുക്കി കൊടുത്തു. അങ്ങനെ ആ ദേവിയുടെ ഉള്ളിലുണ്ടായിരുന്ന മുറിവ് ഉണങ്ങി. തൻ്റെ 6 മക്കൾ കംസന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതായിട്ടുള്ള വിഷമം, അവരെവിടെയും പോയിട്ടില്ല, അവർ സുരക്ഷിതരാണ്, അവരിതപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ പൂർവ്വധാമത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്നുള്ളതായിട്ടുള്ള ഒരു സന്തോഷം ആ അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞു. എല്ലാ ദുഃഖങ്ങളും മാറി. അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ആശയങ്ങളെ സ്വയം പ്രത്യക്ഷമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് അമ്മയ്ക്കും ആ കഥ കേൾക്കുന്നവർക്കും എല്ലാം അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത്ഭുതമായിട്ടുള്ളൊരു ലീലയായിരുന്നു. അത് കഴിഞ്ഞു. ഇനി ഭഗവാന്റെ കഥകൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. ഈ സമയത്ത് പരീക്ഷിത്ത് രാജാവ് ഇടയ്ക്ക് കയറി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയെ മധ്യമ പാണ്ഡവനായ അർജുനൻ ഒരു തീർത്ഥാടന കാലത്ത് ഹരിച്ചു കൊണ്ടുപോയ കഥ, സുഭദ്രാഹരണം, അത് വർണ്ണിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. നമുക്ക് വായിക്കാം. 86-ാം അധ്യായം വായിക്കാം. അതിൽ പകുതി വായിച്ചാൽ മതി. ഏതുവരെ വായിക്കാം? അതിനു മുമ്പാണ് ഭഗവാന്റെ മിഥിലാപുര യാത്ര.
49 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ സ്വയംവരം അർജുനൻ്റെ സുഭദ്രാഹരണം ചുരുക്കി പറഞ്ഞ് പിന്നെ ഭഗവാന്റെ മിഥിലാപുര യാത്ര വർണ്ണിക്കുകയാണ്. നമുക്ക് കുറച്ച് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഡശീതിതമോऽധ്യായഃ. രാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമഃ സ്വസാരം രാമകൃഷ്ണയോഃ യഥോപയമേ വിജയോ യാ മമാസീത് പിതാമഹീ. ശ്രീശുക ഉവാച അർജുനസ്തീർത്ഥയാത്രായാം പര്യടൻ അവനീം പ്രഭുഃ ഗതഃ പ്രഭാസം അശൃണോത് മാതുലേയീം സ ആത്മനഃ. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു സ യതിർഭൂത്വാ ത്രിദണ്ഡീ ദ്വാരകാമഗാദ്. തത്ര വൈ വാർഷികാൻ മാസാൻ അവാൽസീത് സ്വാർത്ഥസാധകഃ പൗരൈ സഭാജിതോ ഭീക്ഷ്ണം രാമേണാജാനദാ ച സഃ. ഏകദാ ഗൃഹമാനീയ ആദിത്യേന നിമന്ത്രിതം ശ്രദ്ധയോ ബഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേ കില. സോപശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീത്യുദ്ബുല്ലേക്ഷണസ്തസ്യാം ഭാവക്ഷുബ്ധം മനോദദേ. സാപിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗീ തന്യസ്തഹൃദയേ ക്ഷണാം. താം പരം സമനുദ്ധ്യായൻ അന്തരം പ്രേപ്സുരർജുനഃ ന ലേഭേശം ഭ്രമച്ചിത്തഃ കാമേനാതിബലീയസാ. മഹത്യാം ദേവയാത്രായാം രഥസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമതഃ പിത്രോഃ കൃഷ്ണസ്യ ച മഹാരഥഃ. രഥസ്ഥോ ധനുരാജായ ശൂരാംശ്ചാരുന്ദതോ ബടാൻ വിദ്രാവ്യക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാടിവ. തച്ഛ്രുത്വാ ക്ഷുഭിതോ രാമഃ പർവണീവ മഹാർണവഃ ഗൃഹീതപാദകൃഷ്ണേന സുഹൃദ്ഭിശ്ചാന്വശമ്യത. പ്രാഹിണോത്പാരിബർഹാണി വരവദ്വോർമുദാ ബലഃ മഹാധനോ ഭസ്കരേ ഭരതാശ്വനരയോഷിതഃ. ഇതുവരെയാണ് സുഭദ്രാഹരണം. അത് കഴിഞ്ഞ് കഥ മാറുകയാണ്. എന്തായാലും വായിക്കാം. ഭഗവാന്റെ മിഥിലാപുര യാത്രയാണ് പിന്നീട്. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീദ്വിജശ്രേഷ്ഠഃ ശ്രുതദേവ ഇതി ശ്രുതഃ കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥഃ ശാന്തഃ കവിരലംബടഃ. സൗവാസവിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമീ അനീഹയാഗതാഹാര്യ നിർവർത്തിത നിജക്രിയഃ. യാത്രാമാത്രം ത്വഹരഃ ദൈവാദുപനമത്യുത നാധികം താവതാ തുഷ്ടഃ ക്രിയാശ്ചക്രേ യഥോചിതാഃ. തദാ തദ്രാഷ്ട്രപാലോംഗ ബഹുളാശ്വ ഇതി ശ്രുതഃ മൈഥിലോ നിരഹം മാനഃ ഉഭൗ അപി അച്യുതപ്രിയൗ. തയോഃ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യ സാകം മുനിഭിഃ വിദേഹാൻ പ്രയയൗ പ്രഭുഃ. നാരദോ വാമദേവോത്രിഃ കൃഷ്ണോ രാമോസിതോ വരുണിഃ അഹം ബൃഹസ്പതിഃ കണ്വോ മൈത്രേയശ്ച വനാദയഃ. തത്ര തത്ര തമായാന്തം പൗരാജാനപദാ നൃപ ഉപതസ്തു സാർഗ്യഹസ്താ ഗ്രഹൈ സൂര്യമിവോദിതം. ആനർത്തധന്വ കുരുജാംഗല കങ്കമത്സ്യ പാഞ്ചാല കുന്തി മധുകേകയ കോസലാർണാഃ. അന്യേ ച തന്മുഖ സരോജമുദാരഹാസ സ്നിഗ്ധേ ക്ഷണം നൃപ പപുരുദൃശിഭിർനൃനാര്യഃ. തേഭ്യഃ സ്വവീക്ഷണ വിനഷ്ട തമിശ്രദൃഗ്ഭ്യഃ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദൃശം ച യച്ഛൻ ശൃണ്വൻ ദിഗന്ധധവളം സ്വയശോശുഭഗ്നം ഗീതം സുരൈർനൃഭിരകാചനകൈർവിദേഹാൻ.
തേച്യുതം പ്രാപ്തമാകർണ്യ പൗരാജാനപദാ നൃപ അഭീയുർമുദിതാസ്തസ്മൈ ഗൃഹീതാർഹണപാണയഃ ദൃഷ്ട്വാ ത ഉത്തമശ്ലോകം പ്രീത്യുദ്ബുല്ലാനനാശയാഃ കൈർധൃതാഞ്ജലിഭിർനേമുഃ ശ്രുതപൂർവാൻ തഥാ മുനീൻ സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗ തം ജഗദ്ഗുരും മൈഥിലഃ ശ്രുതദേവശ്ച പാദയോഃ പേതദുഃപ്രഭോഃ ന്യമന്ത്രയേതാം ദാശാർഹം ആതിഥ്യേന സഹ ദ്വിജൈഃ മൈഥിലശ്രുതദേവശ്ച യുഗപത്സംഹതാഞ്ജലി ഭഗവാൻ തദഭിപ്രേത്യ ദ്വയോഃ പ്രിയചികീർഷയാ ഉഭയോരാവിശദ്ഗേഹം ഉപാഭ്യാം തദലക്ഷിതഃ ശ്രോതുമപ്യസദാം ദൂരാൻ ജനകഃ സ്വഗൃഹാഗതാൻ ആനീതേഷ്വാസനാഗ്ര്യേഷു സുഖാസീനാൻ മഹാമനാഃ പ്രവൃദ്ധഭക്ത്യാ ഉദ്ധർഷ ഹൃദയാസ്രാവിലക്ഷണഃ നത്വാ തദംഗ്രീൻ പ്രക്ഷാള്യ തദപോ ലോകപാവനീഃ സകുടുംബോ വഹന്മൂർധ്നാ പൂജയാൻ ചക്രൈശ്വരാൻ ഗന്ധമാല്യാംബരാകൽപധൂപദീപാർഘ്യഗോ വൃഷൈഃ വാചാ മധുരയാ പ്രീണൻ ഇദമാഹാന്നതർപ്പിതാൻ പാദൗ അംഗഗതൗ വിഷ്ണോഃ സംസ്പൃശൻ ശനകൈർമുദാം. രാജോവാച ഭവാൻ ഹി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃഗ്വിഭോ അധനഃ ത്വൽപദാംബോജം സ്മരതാം ദർശനം ഗതഃ സ്വഭജസ്തദൃതം കർത്തും അസ്മദ്ദൃഗ്ഗോചരോ ഭവാൻ യഥാ ത്വൈകാന്തഭക്താൻ മേ നാനന്ദഃ ശ്രീരജഃ പ്രിയഃ കോ നു ത്വച്ചരണാംബോജം ഏവം വിസൃജേത് പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മതഃ യോവതീര്യയതോർവംശേ നൃണാം സംസരതാമിഹ യശോ വിതേനേ തച്ഛാന്ത്यै ത്രൈലോക്യവൃജിനാവഹം. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഡമേധസേ നാരായണായ ഋഷയേ സുശാന്തം തപ ഈയുഷേ. ദിനാനി കതിചിത് ഭൂമൻ ഗൃഹാന്നോ നിവസദ്വിജൈഃ സമേതഃ പാദരജസാ പുനീഹിതം നിമേഃ കുലം ഇത്യുപമന്ത്രിതോ രാജ്ഞാ ഭഗവാൻ ലോകഭാവനഃ ഉവാസ കുർവൻ കല്യാണം മിഥിലാനരയോഷിതാം ശ്രുതദേവോച്യുതം പ്രാപ്തം സ്വഗൃഹാൻ ജനകോ യദാ നത്വാ മുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാസോ നർത്തഃ തൃണപീഡ ഭൃസീഷ്വേതാൻ ആനീതേഷു ഉപവേശ്യ സഹ സ്വാഗതേനാഭിനന്ദ്യാംഗ്രീൻ സഭാര്യോ വനിജേ മുദാം. തദംബസാ മഹാഭാഗ ആത്മാനം സഗൃഹാന്വയം സ്നാപയാഞ്ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥഃ. ബലാർഹണോശീര ശിവാമൃതാംബുഭിഃ മൃദാസുരഭ്യാ തുളസീകുശാംബുജൈഃ ആരാധയാമാസ യതോപപന്നയാ സപര്യയാ സത്വവിവർധനാന്തസാ. സതർക്കയാമാസ കുതോ മമാന്വഭൂത് ഗൃഹാന്ധകൂപേ പതിതസ്യ സംഗമഃ യഃ സർവതീർത്ഥാസ്പദപാദരേണുഭിഃ കൃഷ്ണേന ചാസ്യാത്മനികേതഭൂസുരൈഃ. സൂപവിഷ്ടാൻ കൃതാദിഥ്യാൻ ശ്രുതദേവ ഉപസ്ഥിതഃ സഭാര്യ സ്വജനാപത്യ ഉവാചാംഗ്ര്യവിമർശനഃ. ശ്രുതദേവ ഉവാച നാദ്യനോ ദർശനം പ്രാപ്തഃ പരം പരമപൂരുഷഃ യർഹീദം ശക്തിഭിः സൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയാം. യദാ ശയാനഃ പുരുഷോ മനസൈവാത്മമായയാ സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യാവഭാസത്തെ. ശൃണ്വതാം ഗതതാം ശശ്വത് അർച്ചതാം ത്വാഭിവന്ദതാം നൃണാം സംവദതാം അന്തർഹൃദി ഭാസ്യമലാത്മനാം. ഹൃദിസ്ഥോപി അതിദൂരസ്ഥഃ കർമ്മ വിക്ഷിപ്തചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോപി അന്ത്യുപേദഗുണാത്മനാം. നമോസ്തു തേധ്യാത്മവിദാം പരാത്മനെ
അനാത്മനെ സ്വാത്മവിഭക്തമൃത്യവേ സകാരണാകാരണലിംഗമീയുഷേ സ്വമായയാ സംവൃതരുദ്ധദൃഷ്ടയേ സത്വം ശാദിസ്വവൃത്യാന്വഃ കിം ദേവ കരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യദ്ഭവാൻ അക്ഷിഗോചരഃ. ശ്രീശുക ഉവാച തദുക്തം ഇത്യുപാഗമ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസൻ തം ഉവാച. ശ്രീഭഗവാനുവാച ബ്രഹ്മംസ്തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യമൂൻമുനീൻ സഞ്ചരന്തി മയാ ലോകാൻ പുനന്തഃ പാദരേണുഭിഃ. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശനസ്പർശനാർച്ചനൈഃ ശനൈഃ പുനന്തി കാലേന തദപ്യർഹത്തമേക്ഷയാ. ബ്രാഹ്മണോ ജന്മനാ ശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മത്കലയായുതഃ. ന ബ്രാഹ്മണാന്മേദയിദം രൂപമേതച്ചതുർഭുജം സർവവേദമയോ വിപ്രഃ സർവദേവമയോ ഹ്യഹം. ദുഷ്പ്രജ്ഞാ അവിദിത്വൈവം അവജാനന്ത്യസൂയവഃ ഗുരും മാം വിപ്രമാത്മാനം അർച്ചാദൗ ഇജ്യദൃഷ്ടയഃ. ചരാചരമിദം വിശ്വം ഭാവായേ ചാസ്യ ഹേതവഃ മദ്രൂപാണീതി ചേതസ്യാദത്തേ മദ്രൂപാണീതി ചേതസി ആദത്തേ വിപ്രോ മദീക്ഷയാ. തസ്മാത് ബ്രഹ്മർഷീൻ ഏതാൻ ബ്രഹ്മൻ മത്ശ്രദ്ധയാർച്ചയ ഏവം ചേദർച്ചിതോസ്മ്യദ്ധാ നാന്യതാ ഭൂരിഭൂതിഭിഃ. ശ്രീശുക ഉവാച സയിത്തം പ്രപുണാദിഷ്ടഃ സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മഭാവേന മൈഥിലശ്ചാപസദ്ഗതിം. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീം അഗാദ്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രുതദേവാനുഗ്രഹോ നാമ ഷഡശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 86-ാം അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളെ കൊണ്ടാണ് സുഭദ്രാഹരണം ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീടുള്ള 47 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ മിഥിലാപുരിയിൽ ചെന്ന് 2 ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന കഥയാണ്. ബഹുളാശ്വൻ എന്ന മിഥിലാപുരിയുടെ രാജാവിനെയും ശ്രുതദേവൻ എന്നുള്ള ഒരു മഹാത്മാവിനെ, ഒരു ബ്രാഹ്മണോത്തമനെയും അനുഗ്രഹിക്കുന്നതാണ്. നാരായണ. അപ്പോൾ ആദ്യം നമുക്ക് സുഭദ്രാഹരണം കാണാം. അതിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഡശീതിതമോऽധ്യായഃ. 86-ാം അധ്യായം. രാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമഃ സ്വസാരം രാമകൃഷ്ണയോഃ യതോപയേമേ വിജയോ യാ മമാസീത് പിതാമഹീ.
രാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമഹ സ്വസാരം രാമകൃഷ്ണയോഃ യഥോപയേമേ വിജയോ യാ മമാസീത് പിതാമഹീ. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം ഭഗവാന്റെ കഥകളെ ഉപസംഹരിക്കും പോലെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞ് ഫലശ്രുതിയും പറഞ്ഞാൽ നിർത്തിയത് അല്ലെ. ഏവം വിധാനി അത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മനഃ വീര്യാണി അനന്തവീര്യസ്യ സന്ധ്യ അനന്താനി ഭാരത. പരമാത്മാവും അനന്തവീര്യനുമായ ഭഗവാൻ കൃഷ്ണന്റെ അത്ഭുത കർമ്മങ്ങൾ, വീര്യങ്ങൾ അനന്താനി സന്ധി, ഒരുപാടുണ്ട്, എല്ലാമൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് എന്ന മട്ടിൽ ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ കഥകളെ ഉപസംഹരിച്ചു. ആ സമയത്താണ് പരീക്ഷിത്ത് രാജാവിന് തൃപ്തിയായില്ല. ഇനിയും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അത് പ്രകടിപ്പിക്കുകയാണ് ഭഗവാന്റെ സഹോദരിയുടെ വിവാഹം. അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. തൻ്റെ പിതാമഹിയും ആണ്. തൻ്റെ പിതാമഹന്റെയും പിതാമഹിയുടെയും സ്വയംവര കഥയാണ്. അപ്പോൾ അത് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇത് ഇവിടെ ചോദിപ്പിക്കുന്നതിന് വേറെയും വ്യാസന് ഉദ്ദേശമുണ്ട്, ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉദ്ദേശമുണ്ട്. എന്താണ്? ഇത് പറഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് വേറെ മറ്റൊരു കഥയും കൂടി പറയാം. ഏതാ? ഭഗവാന്റെ മിഥിലാപുരഗമനം. അതെന്താ ഇപ്പോൾ സുഭദ്രാഹരണവും ഭഗവാന്റെ മിഥിലാപുരഗമനവുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവും ഇല്ലല്ലോ. അത് ബന്ധം അറിയുന്നവർക്ക് അറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് രണ്ടും കൂടി ഒരധ്യായത്തിൽ പറഞ്ഞു തീർത്തത്. രണ്ടും കൂടി ഒരധ്യായത്തിൽ കൂട്ടിക്കെട്ടിയത് പരസ്പരം കഥയ്ക്ക് ബന്ധമൊന്നുമില്ലെങ്കിലും അതിൻ്റെ തത്വത്തിന് ബന്ധമുണ്ട്. അപ്പോൾ തത്വത്തിൽ അധിഷ്ഠിതമാണ് കഥകളെല്ലാം. വെറുതെ കഥ പറയുകയല്ല അവിടെ ഭാഗവതം. ഭാഗവതത്തിന് വേറെ പലതും നമ്മളോട് പറയാനുണ്ട്. കാരണം ഭാഗവതം എന്നുള്ളത് വെറും ഒരു കഥാപുസ്തകമല്ല, അത് വേദത്തിൻ്റെ വ്യാഖ്യാനമാണ്. നിഗമകൽപ്പതരോർ ഗളിതം ഫലം. അത് വേദത്തിൻ്റെ വ്യാഖ്യാനം. ഇതിഹാസ പുരാണങ്ങൾ വേദത്തിൻ്റെ ഉപബൃംഹണമാണ്. അപ്പോൾ അതാണ് അവിടെ താല്പര്യം. അല്ലാതെ വെറുതെ പൈങ്കിളി കഥ പറയുന്ന നോവലല്ല ഭാഗവതം. അപ്പോൾ അതാണ് ഇവിടുത്തെ മനസ്സിലാക്കാനുള്ളത്. നമുക്കെന്തായാലും കഥകൾ ആദ്യം കേൾക്കാം അല്ലേ. ആദ്യം ഈ പരീക്ഷത്തിൻ്റെ ചോദ്യം എന്താണെന്നും അതിൻ്റെ ഉത്തരം 11 ശ്ലോകങ്ങളെ കൊണ്ട് സുഭദ്രാഹരണം പറഞ്ഞു കൊടുക്കുന്ന കഥ. രാജോവാച അപ്പോൾ ബ്രഹ്മൻ വേദിതുമിച്ഛാമഹ. ഇവിടെ പരീക്ഷിത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയെ സംബോധനയാണ്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായ സുഖബ്രഹ്മർഷേ, വയം വേദിതുമിച്ഛാമഹ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ അറിയാൻ ആഗ്രഹിക്കേണ്ടത്? സ്വസാരം രാമകൃഷ്ണയോഹോ യഥാ ഉപയേമേ വിജയോ. അപ്പോൾ രാമകൃഷ്ണയോഹോ സ്വസാരം വിജയ യഥാ ഉപയേമേ. രാമകൃഷ്ണയോഹോ സ്വസാരം, രാമകൃഷ്ണന്മാരുടെ സഹോദരിയെ. സ്വസാ എന്നത് പ്രഥമ ഏകവചനം സഹോദരി. സ്വസൃ ശബ്ദമാണ്, ഋകാരാന്ത ശബ്ദമാണ്, സ്ത്രീലിംഗ പദമാണ് ഇവിടെ. അത് പ്രഥമയിൽ സ്വസാ എന്നും ദ്വിതീയയിൽ സഹോദരിയേ എന്ന് പറയാൻ സ്വസാരം എന്ന്. അപ്പോൾ രാമകൃഷ്ണയോഹോ സ്വസാരം, രാമകൃഷ്ണന്മാരുടെ സഹോദരിയെ വിജയ യഥാ ഉപയേമേ. വിജയൻ
ആരാ വിജയൻ? പാർത്ഥൻ, അർജുനൻ. അപ്പൊ എൻ്റെ പിതാമഹനായ വിജയൻ യഥാ ഉപയമേ, എപ്രകാരമാണ് വിവാഹം കഴിച്ചത്, ഉപയമം ചെയ്തത് എപ്രകാരമാണ്? എന്തിനാപ്പോ വിശേഷിച്ചപ്പോ ആ കഥ അറിയണമെന്ന് വെച്ചാൽ, യാ മമ ആസി പിതാമഹി, യാ ഏതൊരുവളാണോ ആ രാമകൃഷ്ണയോഹോ സ്വസാരം, സുഭദ്രാദേവി തന്നെയാണ് ഇവിടെ പേര് പറഞ്ഞില്ലെങ്കിലും, യാ ഏതൊരുവളാണോ മമ ആസീത് പിതാമഹി, മമ പിതാമഹി ആസീത്, എൻ്റെ പിതാമഹി ആയിരുന്നുവല്ലോ, എൻ്റെ അച്ഛൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അച്ഛൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ അമ്മയാണ് ഈ സുഭദ്രാദേവി. അപ്പം അവരുടെ കഥ എനിക്ക് കേൾക്കണം, എപ്രകാരമാണ് അവരുടെ വിവാഹം എന്ന് കേൾക്കണം എന്ന. അപ്പോൾ അതിന് മറുപടി ശ്രീശുക ബ്രഹ്മർഷി പറയണു. ശ്രീശുക ഉവാച അർജുനസ്തീർത്ഥയാത്രായാം പര്യടൻ അവനീം പ്രഭുഃ ഗതഃ പ്രഭാസം അസൃണോത് മാതുലേയീം സ ആത്മനഃ. ശ്രീശുക ഉവാച അർജുനസ്തീർത്ഥയാത്രായാം പര്യടൻ അവനീം പ്രഭുഃ ഗതഃ പ്രഭാസം അസൃണോത് മാതുലേയീം സ ആത്മനഃ. സുഖബ്രഹ്മർഷി മറുപടി കൊടുക്കുന്നു. അർജുന തീർത്ഥയാത്രായാം പര്യടൻ അവനീം പ്രഭുഃ. പ്രഭുഃ അർജുന, ശക്തനായ സാമർഥ്യമേറിയവനായ അർജുനൻ തീർത്ഥയാത്രായാം, ഒരു തീർത്ഥയാത്രാ വേളയിൽ അവനീം പര്യടൻ, ഭൂമിയിൽ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നവനായിട്ട് ഗതഃ പ്രഭാസം, പ്രഭാസം ഗതഃ, പ്രഭാസ തീർത്ഥത്തിലേക്ക് ഗമിച്ചു. പ്രഭാസം എന്ന് പറയുമ്പോൾ ദ്വാരകയുടെ തൊട്ടടുത്താണ്, ഗുജറാത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രഭാസ. ദ്വാരക അതിൻ്റെ കടലിലുള്ള ഭാഗം. അപ്പോൾ അടുത്തടുത്തുള്ള പ്രദേശമാണ്. അങ്ങനെ പ്രഭാസ തീർത്ഥത്തിലേക്ക് ചെന്നപ്പോൾ പ്രഭാസം ഗതഃ, ആ സമയത്ത് അസൃണോത് മാതുലീം സ ആത്മനഃ, സഹ ആത്മനഃ മാതുലേയീം അസൃണോത്, അദ്ദേഹം തൻ്റെ മാതുലേയിയെ കുറിച്ച്, മാതുലേയി എന്ന് പറഞ്ഞാൽ മാതുലന്റെ പുത്രി, മാതുലേയൻ പുല്ലിംഗം, മാതുലേയി സ്ത്രീലിംഗം. അപ്പോൾ കൃഷ്ണൻ മാതുലേയനാണ്, മാതുലേയി കൃഷ്ണന്റെ സഹോദരി സുഭദ്രാദേവി. ആ ദേവിയെക്കുറിച്ച് കേട്ടു. എന്ത് കേട്ടു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സുഃ സയതിർഭൂത്വാ ത്രിദണ്ഡീ ദ്വാരകാം അഗാദ്. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സുഃ സയതിർഭൂത്വാ ത്രിദണ്ഡീ ദ്വാരകാം അഗാദ്. അപ്പോൾ തൻ്റെ മാതുലേയിയെക്കുറിച്ച് എന്ത് കേട്ടു? അവിടെ രാമഃ താം ദുര്യോധനായ ദാസ്യതി ഇതി. രാമഃ, ആരാ രാമഃ? ബലരാമഃ, സുഭദ്രായാഹ ജ്യേഷ്ഠ സഹോദരഃ രാമഃ. സുഭദ്രയുടെ ജ്യേഷ്ഠ സഹോദരനായ രാമൻ താം, അവളെ സുഭദ്രയെ ദുര്യോധനായ ദാസ്യതി, ദുര്യോധനനായിട്ട് വിവാഹം ചെയ്തു കൊടുക്കാൻ, കന്യാദാനം ചെയ്യാനായിക്കൊണ്ട് പറയുന്ന കേട്ടു, നിശ്ചയിച്ചിരിക്കുന്ന കേട്ടു. അപരേണ ഇതി, മറ്റുള്ളവർക്ക് ദാനം ചെയ്യില്ല എന്നും കേട്ടു. അല്ലെങ്കിൽ ഇവിടെ അപരേ എന്നുള്ളത് മറ്റുള്ളവർക്ക് അതിൽ സമ്മതം ഇല്ല എന്നും, കൃഷ്ണാദികൾക്ക് ആ വിഷയത്തിൽ സമ്മതമില്ല എന്നും അർത്ഥത്തിലെടുക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നുള്ള അർത്ഥത്തിലും വ്യാഖ്യാനിക്കാം. എന്തായാലും ബലരാമന്റെ ഒരു നിർബന്ധം തൻ്റെ അനിയത്തിയായ സുഭദ്രയെ തൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ദുര്യോധനന് കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അതും പറഞ്ഞുകൊണ്ടാണ് നടപ്പ്. മറ്റുള്ളവരുടെ സമ്മതം കിട്ടാത്തത് കൊണ്ട് ഇത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും സമ്മതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പരസ്പരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹ തല്ലിപ്സുഃ ത്രിദണ്ഡീ യതിഹി ഭൂത്വാ ദ്വാരകാമഗാദ്. സഹ, ആ അർജുനൻ എന്നർത്ഥം.
തല്ലിപ്സുഹു എന്ന് പറഞ്ഞാൽ തസ്യാഹ ലബ്ധും ഇച്ഛു. ലിപ്സു എന്ന് പറഞ്ഞാൽ ലഭിക്കുവാൻ ഇച്ഛിക്കുന്നവൻ, പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ തദ്ലിപ്സുഹു അവളെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ആ അർജുനൻ ത്രിദണ്ഡി യതിഹി ഭൂത്വ. ത്രിദണ്ഡി എന്ന് പറഞ്ഞാൽ കയ്യിൽ 3 ദണ്ഡുകളോട് കൂടിയവനായിട്ടുള്ള ഒരു സന്യാസിയായിട്ട്. പലതരം സന്യാസ വേഷങ്ങളുണ്ട്. ഏകദണ്ഡി, ത്രിദണ്ഡി എന്നൊക്കെ പറയുന്ന വേഷങ്ങളാണ്. അപ്പോൾ 3 ദണ്ടുള്ളതായിട്ടുള്ള ഒരു യതിവേഷം ധരിച്ചുകൊണ്ട് യതിഹി ഭൂത്വ സന്യാസിയായിട്ട് ഭവിച്ചിട്ട് ദ്വാരകാം അഗാത് ദ്വാരകയിലേക്ക് ഗമിച്ചു. പ്രഭാസത്തിനു നേരെ വെച്ച് പിടിച്ചു ദ്വാരകയിലേക്ക്. അപ്പൊ പ്രഭാസത്തിൽ പലരും പരസ്പരം പറയുന്നത് കേട്ടതാണ്, ഈ സുഭദ്രയുടെ കല്യാണം അടുത്തുണ്ടാവും, പാവം തന്നെ ആ കുട്ടി, അവൾക്ക് ഇഷ്ടമില്ലാത്ത ദുര്യോധനെ വിവാഹം കഴിക്കണം. ആ ബലരാമനാണെങ്കിൽ ഒരേ പിടിവാശി, ആരും പറഞ്ഞ ഒന്നും കേൾക്കണില്ല എന്നൊക്കെ ചർച്ചകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോഴാണ് അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൾ തനിക്ക് ചേരേണ്ടവളാണ് എന്ന് തല്ലിപ്സുഹു. അങ്ങനെ ദ്വാരകയിലേക്ക് ഗമിച്ചു. അപ്പൊ ഇത് ഏതാ സന്ദർഭം, എപ്പോഴാണ് അദ്ദേഹം തീർത്ഥയാത്ര പോയത്? അതൊക്കെ മഹാഭാരത കഥയിലാണ് വരുന്നത് അല്ലേ? മഹാഭാരതത്തില് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് 5 പേരും കൂടി പാഞ്ചാലിയെ അനുഭവിക്കാം എന്നുള്ള ഒരു നിശ്ചയം വന്നു ചേർന്നു. വ്യാസന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ അനുവാദത്തോടെ കുന്തിദേവിയുടെ വാക്കിനെ പാണ്ഡവന്മാർ സത്യമാക്കി ചെയ്യുകയാണ്. അപ്പൊ അതിന് 1 വർഷം ഒരാളുടെ കൂടെ എന്ന് ഊഴം കൽപ്പിച്ചു. അങ്ങനെയാണ് 1-ാം വർഷം യുധിഷ്ഠിരന്റെ കൂടെ ആയിരിക്കും പാഞ്ചാലി, 2-ാം വർഷം ഭീമന്റെ കൂടെ, 3-ാം വർഷം അർജുനന്റെ കൂടെ, 4-ാം വർഷം നകുലന്റെ കൂടെ, 5-ാം വർഷം സഹദേവന്റെ കൂടെ. അപ്പോൾ ഓരോരുത്തരുടെ കൂടെയും അവൾ ഇരിക്കുമ്പോൾ അവൾ പതിവ്രതയായിരിക്കും, യാതൊരു ദോഷവും ഉണ്ടാവില്ല. അതാത് ഭർത്താക്കന്മാരുടെ മാത്രം ഭാര്യയാണ്. ആ വർഷം യുധിഷ്ഠിരന്റെ കൂടെ ഇരിക്കുന്ന വർഷം യുധിഷ്ഠിരന്റെ ഭാര്യയും മറ്റുള്ളവരൊക്കെ ദേവരന്മാരും. ഭർത്തൃസ്ഥാനമല്ല അവർക്ക്, ദേവരന്മാര് എന്ന് വെച്ചാൽ ഭർത്താവിന്റെ അനുജന്മാർ, സഹോദരന്മാരെന്നുള്ള ഭാവമേ ഉള്ളൂ. അവരുമായിട്ട് ആ ബന്ധമേ ഉണ്ടാവുള്ളൂ. ഒരു അമ്മയുടെ സ്ഥാനം, ജ്യേഷ്ഠത്തി എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്ഥാനം, അതിങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കും 5 വർഷം. അതാണ് ഊഴം. 1-ാം ഊഴം, 2-ാം ഊഴം, 3-ാം ഊഴം, 4-ാം ഊഴം. അങ്ങനെയാണ് ഭീമസേനന് 2-ാം ഊഴം എന്ന് പേരിട്ടത്. ആര്? നമ്മുടെ MT. എന്നിട്ട് അദ്ദേഹം മഹാനായ സാഹിത്യകാരനൊക്കെ തന്നെയാണ്. പക്ഷെ വ്യാസഹൃദയത്തെ വേണ്ട പോലെ ഉൾക്കൊള്ളാതെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കഥയെ വ്യാഖ്യാനിച്ചു. തൻ്റെ രാഗദ്വേഷങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് മഹാഭാരതത്തെ വികലമാക്കി തൻ്റെ വൈഭവം പ്രകടിപ്പിച്ചു. തനിക്ക് അവാർഡൊക്കെ കിട്ടി. പക്ഷേ മഹാഭാരതം മലയാളികൾ വായിച്ചത് ഈ പുസ്തകത്തിലൂടെയാണ്. അതുകൊണ്ട് അവരുടെ മനസ്സ് പൊല്യൂട്ടഡായി. മഹാഭാരതത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാതെ വേണ്ടാത്തതൊക്കെ ഗ്രഹിക്കാനും ഇടയായി. അതാ ഇന്നലെ മെനിഞ്ഞാന്നോ തൽഫലമായിട്ട് സ്കൂൾ കുട്ടികളുടെ കലാമേള നടക്കുന്നുണ്ട് അല്ലേ? യുവജനോത്സവം, സ്കൂൾ യുവജനോത്സവം. അത് മലപ്പുറത്ത് ഒരു മുസ്ലിം നാമധാരി മഹാഭാരതത്തെയും രാമായണത്തെയും പരിഹസിച്ചുകൊണ്ട്, അതിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ നിന്ദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മഹാഭാരതവും രാമായണവും സ്ത്രീ വിരുദ്ധമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് വളരെ ഒരു വല്ലാത്ത രീതിയിൽ തീവ്രമായ ഭാഷയിലൂടെ ആ കുട്ടികൾ നാടകത്തിലൂടെ, നല്ല യുവതികളായിട്ടുള്ള പെൺകുട്ടികൾ, സ്കൂളിലെ ചെറിയ കുട്ടികളൊന്നുമല്ല, വലിയ കുട്ടികൾ, 12-ാം ക്ലാസ്സൊക്കെ എത്തിയിട്ടുള്ള കുട്ടികളാണ് തോന്നുന്നു, സീതയുടെയും ദ്രൗപദിയുടെയും ഒക്കെ ഭാഗത്തെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് രാമായണത്തെയും ഭാരതത്തെയും ചീത്ത വിളിച്ചുകൊണ്ടുള്ള അവതരണമായിരുന്നു. അതിന് നമ്മുടെ ജഡ്ജസ് എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ആൾക്കാർ ഫസ്റ്റ് പ്രൈസും കൊടുത്തിട്ടുണ്ട്.
ജില്ലാ കലോത്സവമാണ് തോന്നുന്നു. ഇനി അത് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ എല്ലാവരും ചർച്ച ചെയ്യണം. എല്ലാ പെൺകുട്ടികളും ഇത് കേട്ട് അവരുടെ ബുദ്ധിയും ഇതുപോലെ വികലമാവണം. പെൺകുട്ടികൾ മാത്രമല്ല, ഈ രാമായണത്തെയും മഹാഭാരതത്തെയും കേൾക്കുന്ന ആളുകളൊക്കെ നിന്ദിക്കണം. അതാണ് അവരുടെ ഉദ്ദേശ്യം. എഴുതിയിരിക്കുന്നത് ഒരു ഫിറോസോ എന്തോ പറഞ്ഞിട്ടൊരു മുസ്ലിമാണ്. അവന് വല്ല ആവശ്യമുണ്ടോ? അവനിഷ്ടം പോലെ എഴുതാനുണ്ട് അവൻ്റെ കഥകൾ. അവൻ്റെ മുഹമ്മദ് കാണിച്ചു കൂട്ടിയിട്ടുള്ള എന്തൊക്കെ കോമാളിത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കൊള്ളരുതായ്മകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. 6 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതും ആരെയൊക്കെ എന്തൊക്കെ തരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ളതും അവരുടെ ആ ഇതിലുള്ളതായിട്ട് സ്ത്രീകളുടെ അടിമത്തത്തെക്കുറിച്ചും. സ്ത്രീകൾ വെറും ഉപഭോഗ സാധനങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ ഖുറാനിലും മറ്റ് ഗ്രന്ഥങ്ങളിലും. വെറും ഉപഭോഗ സാമഗ്രികൾ മാത്രമാണ്, അടിമകളാണ്. അതിനെ വിമർശിക്കാതെ ഇവിടെ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറഞ്ഞതായിട്ടുള്ള ഈ സനാതനധർമ്മത്തിലെ സാഹിത്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് അതിന് അവാർഡും കൊടുത്തുകൊണ്ട് 1ാം സമ്മാനവും കൊടുത്തുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നോ നടന്നിട്ടുള്ളത്, മിനിഞ്ഞാന്നാണ് തോന്നുന്നു, അത് വിവാദം ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഹിന്ദുക്കൾ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ പെട്ടെന്നാണല്ലോ ഇതെല്ലാം അവതരിച്ചു കഴിഞ്ഞ് അത് അറിയേണ്ടവർ അറിഞ്ഞു കഴിയുമ്പോഴേക്കും വൈകും. അപ്പോഴേക്കും അവാർഡും കൊണ്ട് പോയി കഴിഞ്ഞ് കാണും. പിന്നെ ഉദ്ദേശിച്ച ആളുകൾക്ക് ഇതൊരു വിവാദമാക്കണമെന്നേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഒരു ക്വാളിറ്റി, ഒരു ആർട്ട് മെറ്റീരിയൽ സമൂഹത്തിന് കൊടുക്കണം എന്നല്ല. നല്ലൊരു കല ആസ്വദിക്കാനായിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ ബുദ്ധിയെ പൊല്യൂട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും അതിന് നമ്മുടെ എന്താ പറയുക, ലെഫ്റ്റിസ്റ്റ് ഗവൺമെൻറ് കൂട്ടും. ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ MT തുടങ്ങി വെച്ചതാണ്. എന്തോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഊഴം. അപ്പോൾ ഒരു വർഷം പാഞ്ചാലി ആരുടെ കൂടെ കഴിയുന്നുവോ ആ സന്ദർഭത്തിൽ മറ്റുള്ളവർ അവരുടെ അന്തഃപുരത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിശ്ചയം ചെയ്തു അവർ. അങ്ങനെ ആരെങ്കിലും പ്രവേശിച്ചാൽ പ്രായശ്ചിത്തമായിട്ട് അവർ ഒരു വർഷം തീർത്ഥാടനം ചെയ്ത് വരണം. ഇങ്ങനൊരു നിശ്ചയം വെച്ചു. അതെല്ലാവരും കൂടി സമ്മതിച്ചു. 5 പേരും സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുധിഷ്ഠിരൻ്റെ കൂടെ പാഞ്ചാലി ഇരിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അർജുനൻ അവർ അന്തഃപുരത്തിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് കയറി ചെല്ലേണ്ട ഒരവസ്ഥ വന്നു. ഏതോ ഒരു ബ്രാഹ്മണന് എന്തോ ഒരു സഹായം ചെയ്തു കൊടുക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ, അത് നിർബന്ധമായപ്പോൾ ജ്യേഷ്ഠനോട് അനുമതി ചോദിക്കാനും ആയുധങ്ങൾ ചിലതൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ടാണ് പ്രവേശിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം ആ ബ്രാഹ്മണന്റെ കാര്യം സാധിച്ചു കൊടുത്ത് തിരിച്ച് ആയുധങ്ങളെല്ലാം വെക്കേണ്ടടുത്ത് വെച്ച് ജ്യേഷ്ഠനെ നമസ്കരിച്ചു. എന്നിട്ട് ജ്യേഷ്ഠനോട് യാത്ര പറഞ്ഞു, ഏട്ടാ ഞാൻ പോയിട്ട് വരാം എന്ന്. അപ്പോഴാണ് യുധിഷ്ഠിരൻ ചോദിച്ച്, എവിടേക്കാ, എന്താ? അല്ല, ഞാൻ തീർത്ഥാടനത്തിന് പോയിട്ട് വരാം. എന്തേ? നമ്മൾ തമ്മിലൊരു വ്യവസ്ഥയില്ലേ? ഇങ്ങനെ സന്ദർഭത്തിൽ അന്തഃപുരത്തിൽ പ്രവേശിച്ചാൽ നമ്മൾ തീർത്ഥാടനം ചെയ്യണം 1 വർഷം എന്നുള്ളത്. അപ്പം ഞാനത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്, ഞാനത് ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് നിർബന്ധപൂർവം താൻ തന്നെ പോയതാണ്. ഏട്ടൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ബ്രാഹ്മണനെ രക്ഷിക്കാൻ സഹായം ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നീ പ്രവേശിച്ചത്? അത് സാരമില്ല, വിട്ടുകളാ എന്ന് പറഞ്ഞപ്പോൾ വിടാൻ തയ്യാറായില്ല.
അർജുനൻ ആ കാര്യത്തിലൊക്കെ ധർമ്മത്തിൽ നല്ല നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അങ്ങനെയുള്ള ധാർമ്മിക ബുദ്ധിയായ അർജുനൻ സ്വയം തീർത്ഥാടനത്തിന് ഇറങ്ങിത്തിരിച്ചതാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ അതിൽ കുറേ കാലം മാസങ്ങളോളം കഴിഞ്ഞു. തീർത്ഥാടനം ചെയ്ത് ആള് ആ തീർത്ഥാടന വേഷത്തിലാണ്, അല്ലാതെ രാജകീയ വേഷത്തിലൊന്നുമല്ല. താടിയും തലിയൊക്കെ നീട്ടി വളർത്തി ഒരു അവധൂതനെ പോലെ സഞ്ചരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ വിഷയം കൂടി കേട്ടപ്പോൾ, പ്രഭാസത്തിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ നല്ലൊരു സന്യാസിയുടെ വേഷമൊക്കെ കെട്ടി ത്രിദണ്ഡിയായിട്ട് നല്ലൊരു സന്യാസിയാണെന്ന് കരുതിക്കോട്ടെ, ഇത്തിരി പ്രച്ഛന്ന വേഷത്തിൽ ആള് ദ്വാരകയിലേക്ക് വന്നു. അവിടെ വന്ന് അവിടെയുള്ളൊരു അംബികാ ക്ഷേത്രമുണ്ട് ദ്വാരകയിൽ, നമുക്കറിയാം. ആ അംബികാ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ആൽമര ചുവട്ടിലോ എവിടെയോ വന്ന് ഇരുന്നു അദ്ദേഹം. ഒരു പരദേശി തീർത്ഥാടകൻ സന്യാസിയെ പോലെ. അപ്പോഴാണ് അവിടെ ദ്വാരകാവാസികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഇദ്ദേഹത്തെ കാണുന്നതും ഒരു മഹാത്മാവാണ്, അതിതേജസ്വിയായിട്ടുള്ളൊരു സന്യാസിയാണെന്നൊക്കെ കരുതി എല്ലാവരും വന്ന് നമസ്കരിക്കുകയും അനുഗ്രഹം വാങ്ങിക്കുകയും അവരെല്ലാം ബലരാമനോട് ചെന്ന് പറയുകയും, ബലരാമസ്വാമി കൃഷ്ണൻ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് താടിക്കാരെ കണ്ടാലും നമസ്കരിക്കണമെന്ന്. അപ്പോൾ ബലരാമസ്വാമി വന്ന് നന്നായി നമസ്കരിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ആരാന്ന് മനസ്സിലായതൊന്നുമില്ല, അർജുനനിട്ട് മനസ്സിലാക്കി കൊടുത്തതുമില്ല. കാരണം ഇപ്പം തൽക്കാലം താൻ വന്ന കാര്യം വേറെയാണ്, അജണ്ട മറച്ചു പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബലരാമസ്വാമിക്ക് ഇദ്ദേഹത്തെ കണ്ട് നന്നായി തൃപ്തിപ്പെട്ടു. നല്ലൊരു സന്യാസി, വളരെ തേജസ്വിയായിട്ടുള്ള ആള്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അന്തഃപുരത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഭിക്ഷയൊക്കെ കൊടുത്ത് സൽക്കരിക്കുന്നു. അതും സുഭദ്രയെ കൊണ്ട് തന്നെ സൽക്കരിപ്പിക്കുന്നു, അനുഗ്രഹമൊക്കെ വാങ്ങിപ്പിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇനി കഥയായിട്ട് ഇവിടെ ചുരുക്കി പറയുന്നത്. നമുക്ക് നോക്കാം. തത്ര വൈ വാർഷികാൻ മാസാൻ അവാൽസീത് സ്വാർത്ഥസാധകഃ പൗരൈ സഭാജിതോ ഭീക്ഷ്ണം രാമേണാജാനദാ ച സഃ. തത്ര വൈ വാർഷികാൻ മാസാൻ അവാൽസീത് സ്വാർത്ഥസാധകഃ പൗരൈ സഭാജിതോ ഭീക്ഷ്ണം രാമേണാജാനദാ ച സഃ. അപ്പോ തത്ര വൈ വാർഷികാൻ മാസാൻ അവാൽസീത്. തത്ര വൈ അവിടെ തന്നെ, എവിടെ തന്നെ? ദ്വാരകായാം, ആ ദ്വാരകയിൽ തന്നെ വാർഷികാൻ മാസാൻ അവാൽസീത്, വാർഷിക മാസങ്ങളെ വസിച്ചു. വാർഷിക മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷം ചൊരിയുന്ന മാസങ്ങൾ. വർഷം എന്നാൽ മഴ. അപ്പം മഴക്കാല മാസങ്ങൾ, അത് 2 മാസം തീവ്ര മഴക്കാലമാണ്, പിന്നെ 2 മാസം അതിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മഴക്കാലമാണ്. അങ്ങനെ ചാതുർമാസ്യം എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം സന്യാസി വേഷത്തിലാണ്. അദ്ദേഹത്തിന് കാരണം പറയാനുണ്ട്. എന്താണ്? ഞാൻ ഈ പ്രദേശത്താണ് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ പോകുന്നത് എന്ന് അവിടെ വന്ന തന്നെ കാണാൻ വന്നതായിട്ടുള്ള പൗരന്മാരോടൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ അവസരവുമായി. അല്ലെങ്കിൽ പരദേശി എന്തിനാ ഇവിടെ പരിങ്ങിയിരിക്കണത്, എന്താ അത്ര കാലം നിങ്ങൾക്ക് ഇവിടെ കാര്യം, ഭിക്ഷ സ്വീകരിച്ചാൽ പൊക്കൂടെ എന്നൊക്കെ ആളുകളും ചോദിക്കാം, ബലരാമസ്വാമിയും ചോദിക്കാം. അപ്പം അതിന് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 മാസം വാർഷിക മാസങ്ങളാണ്, അഥവാ മഴക്കാലങ്ങളാണ്, ചാതുർമാസ്യം എന്ന് പറയുന്ന കാലത്ത് അവിടെ കൂടാൻ അങ്ങോട്ട് തീരുമാനിച്ചു. എന്താ വെച്ചാൽ അവിടെ പറയുന്നുണ്ട് സ്വാർത്ഥസാധക, ഉദ്ദേശ്യം വേറെയാണ് എന്നർത്ഥം. സ്വ അർത്ഥം, താൻ ഉദ്ദേശിച്ച കാര്യം, പ്രയോജനം, സാധക സാധിക്കുവാനായിക്കൊണ്ട്, തൻ്റെ ലക്ഷ്യം നേടാനായിക്കൊണ്ട് ഹിഡൻ അജണ്ടയുമായിട്ട് 4 മാസം ഇദ്ദേഹം സന്യാസി വേഷത്തിൽ അവിടെ ചാതുർമാസ്യ കാലം കഴിച്ചു കൂട്ടുകയാണ്. അവിടെയുള്ള സജ്ജനങ്ങളുടെ എല്ലാം സൽക്കാരം സ്വീകരിച്ചുകൊണ്ട്. എല്ലാവരും ചാതുർമാസ്യത്തിൽ കഴിയുന്ന തേജസ്വിയായിട്ടുള്ള ഒരു താപസൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ദിവസം ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കും, ഭിക്ഷയൊക്കെ കൊണ്ടു കൊടുക്കും, നല്ല സൽക്കാരങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് സുഖമായിട്ട് കഴിയുകയാണ്. അതാണ് സ്വാർത്ഥസാധക, സ്വ അർത്ഥം സാധിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്
തത്ര വാർഷികാൻ മാസാൻ അവാത്സീത് സഹ പൗരൈഃ അജാനത രാമേണ ച അഭീക്ഷ്ണം സപാജിതഃ. സഹ അർജുനഃ പൗരൈഃ അജാനത, പൗരന്മാരാലും അജാനതാരാമേണ, അജാനതാരാമേണ എന്ന് പറഞ്ഞാൽ അറിയാത്തവനായ രാമനാലും, റെക്കഗ്നൈസ് ചെയ്യാത്തവനായ രാമനാലും. അപ്പൊ അർജുനനെ വേണ്ട പോലെ തിരിച്ചറിഞ്ഞിട്ടില്ല ബലരാമസ്വാമിയും. കാരണം അതുപോലെ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്, താടിയും തലയൊക്കെ അതുപോലെയൊക്കെ നീട്ടിയിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ ഒരു തേജസ്വിയായിട്ടുള്ള സന്യാസിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അജാനത രാമേണച്ച അഭീക്ഷ്ണം സഭാജിത. അഭീക്ഷ്ണം നല്ലതുപോലെ ദിവസവും എന്ന പോലെ 4 മാസം കുശാലായിരുന്നു പറയും. കാരണം ഇവർ സജ്ജനങ്ങളാണ്, ആരും ദുർജനങ്ങളല്ല. മാത്രമല്ല ബലരാമസ്വാമി അതിന് നേതൃത്വവും കൊടുത്തു. അദ്ദേഹം തന്നെ മറ്റുള്ള ആളുകളോടൊക്കെ, യാദവന്മാരോടൊക്കെ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ചോളണം കേട്ടോ, മഹാത്മാവിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന് ദിവസവും മാറി മാറി നിങ്ങൾ ഭിക്ഷ കൊണ്ട് കൊടുക്കണം. അദ്ദേഹത്തിന് വേണ്ട സാമഗ്രികളൊക്കെ പൂജാദികൾക്കോ എന്താ വേണ്ടച്ചാക്കോ ഒരുക്കി കൊടുക്കണം. ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് കൃഷ്ണനെ അനുകരിച്ചുകൊണ്ട് ബലരാമസ്വാമി ആജ്ഞ കൊടുത്തു. കൃഷ്ണൻ സജ്ജനങ്ങളെ, മഹാത്മാക്കളെ, സന്യാസിമാരെ, ബ്രാഹ്മണരെയൊക്കെ പൂജിക്കുന്നതിൽ നമ്പർ 1 ആണല്ലോ. അപ്പം ഞാൻ ഒട്ടും മോശമാവാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ആജ്ഞയൊക്കെ കൊടുത്ത് പൂജിപ്പിച്ചു. കൃഷ്ണൻ ഇതൊന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട്. സോപശ്യത്തത്ര, അപ്പോ സോറി, രാമേണ അജാനതാചസ ഏകദാ ഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്ര്യതം ശ്രദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേ കില. ഏകദാ ഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്ര്യതം ശ്രദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേ കില. ഏകദാ, അങ്ങനെ 4 മാസം അവിടെ കഴിയുന്ന കൂട്ടത്തില് തം ആതിഥ്യേന നിമന്ത്ര്യ, തം അർജുനം ആദിത്യന നിമന്ത്ര്യ, ആദിത്യ മര്യാദയോടുകൂടി അതിഥിയായിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് ബലരാമസ്വാമി, എന്ന് വെച്ചാൽ ബലരാമനും കൃഷ്ണനും സുഭദ്രയും ഒക്കെയുള്ള ഗൃഹത്തിലേക്ക് നിമന്ത്രണം ചെയ്തു, ക്ഷണിച്ചു. ഇന്നത്തെ ഭിക്ഷ ഞങ്ങളുടെ അവിടെ ആവാട്ടോ എന്ന് പറഞ്ഞ് ക്ഷണിച്ച് ഗൃഹമാനീയ, ഗൃഹത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് ബലേന ശ്രദ്ധയാ ഉപഹൃതം ഭൈക്ഷ്യം ബുഭുജേ കില. ബലരാമസ്വാമിയാൽ ശ്രദ്ധാഭക്തിയോടുകൂടി ഉപഹരിക്കപ്പെട്ടതായിട്ടുള്ള ഭിക്ഷാന്നത്തെ നന്നായി ഭുജിച്ചുവല്ലോ നിന്റെ മുത്തശ്ശൻ ആള് കൊള്ളാം എന്ന് പരീക്ഷത്തിനോട് ശ്രീസുഖ ബ്രഹ്മർഷി കില. അങ്ങനെ ചെയ്തൂത്രേ എന്നുള്ള മട്ടില് പറയണം. സോപശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീത്യുദ്ഭുല്ലേക്ഷണസ്തസ്യാം ഭാവക്ഷുബ്ധം മനോദധേ. സോപശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീത്യുദ്ഭുല്ലേക്ഷണസ്തസ്യാം ഭാവക്ഷുബ്ധം മനോദധേ. അപ്പോ ബലരാമസ്വാമി സുഭദ്രയെ അവിടേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവളിതാ വിവാഹം നടക്കാൻ പോവുകയാണ് ഇവളുടെ, അവളെ അനുഗ്രഹിക്കണേ, അവൾക്ക് ദീർഘസൗമംഗല്യം ഉണ്ടാവണേ, അതിന് മഹാത്മാവായ അങ്ങ് അവളെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് ബലരാമസ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സുഭദ്രയോട് മഹാത്മാവിനെ സൽക്കരിക്കാനായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുന്ന കാര്യത്തിലൊക്കെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. കാല് കഴുകിച്ചോ എന്നറിയില്ല. എന്തായാലും എന്തെല്ലാമാണ് ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെ ചെയ്യിപ്പിച്ചിട്ട്, അതാണ് സഹ വീരമനോഹരാം മഹതീം കന്യാമപശ്യത്ത്. ആ അർജുനൻ വീരമനോഹരാം, വീരന്മാരുടെ മനസ്സിനെ ഹരിക്കുന്നവളാണ്. എന്ന് വെച്ചാലോ എത്ര വീരന്മാരാണെങ്കിലും ഒന്ന് ഭ്രമിച്ചു പോകുന്നതാണ് അവളുടെ സൗന്ദര്യം. വീരന്മാരുടെ പോലും മനസ്സിനെ ഹരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ചെറിയ സൗന്ദര്യമൊന്നുമല്ല. നല്ല സുന്ദരിയായിട്ടുള്ള ആ മഹതീം കന്യ, വളരെ മഹതിയായ ശ്രേഷ്ഠയായ എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായ അതിസുന്ദരിയായിട്ടുള്ള കന്യകയെ അപശ്യത്ത് കണ്ടു. അർജുനൻ അവിടെ വെച്ച് കണ്ടു. കണ്ടപ്പോഴോ പ്രീത്യുദ്ഭുല്ലേക്ഷണ,
പ്രീതി കൊണ്ട് ഉദ്ഭുല്ല ഈക്ഷണത്തോടു കൂടിയവനായിട്ട് ഉള്ളിലുണ്ടായ സന്തോഷവും പ്രേമവും കണ്ണുകളെ നല്ലോണം വികസിപ്പിച്ചു. അങ്ങനെ വികസിച്ച കണ്ണുകളോടുകൂടി തസ്യാം ഭാവക്ഷുബ്ധം മനഃ ദധേ, അവളിൽ മനഃ ദധേ, മനസ്സിനെ ഉറപ്പിച്ചു എന്നാ. എങ്ങനെയുള്ള മനസ്സിനെ? ഭാവക്ഷുബ്ധം, അവളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളില് ആ പ്രേമഭാവം കൊണ്ട് ക്ഷോഭിച്ച മനസ്സ് ക്ഷോഭിക്കുന്നുണ്ട്. പുറത്ത് കാണിക്കാനും പറ്റില്ലല്ലോ, ബലരാമസ്വാമി പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോ അഭിനയിച്ചുകൊണ്ട് തൻ്റെ മനസ്സ് ക്ഷോഭിച്ചിട്ടൊന്നുമില്ല എന്ന് ഭാവിച്ചുകൊണ്ട്, എന്നാൽ ഉള്ളുകൊണ്ട് നല്ലോണം ക്ഷോഭിച്ചവനായിട്ട് ആ മനസ്സിനെ അടക്കി പിടിച്ചോണ്ടിരുന്നു. മനസ്സ് അവളിൽ ധരിച്ചു എന്നും ഭാവം കൊണ്ട് തൻ്റെ മനസ്സ് ക്ഷോഭിച്ച് അവളിൽ ഉറച്ചു. സാപിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗി തന്യസ്തഹൃദയക്ഷണാം. സാപിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗി തന്യസ്തഹൃദയക്ഷണാം. അപ്പൊ സാ സുഭദ്ര അപി തം ചകമേ, എപ്പോൾ? വീക്ഷ്യ, കണ്ടിട്ട്, തം ചകമേ, അവനെ കാമിച്ചു എന്നാണ്. ചകമേ എന്ന് പറഞ്ഞാൽ കാമിച്ചു. എന്തുകൊണ്ടാണ്? നാരീണാം ഹൃദയംഗമം, പുരുഷോത്തമനാണ് അർജുനൻ, നരോത്തമനാണ്, നരനാരായണന്മാരിൽ നരനാണ്, ഭഗവാന്റെ അംശ അവതാരം തന്നെയാണ് നരൻ, അല്ലേ? ആ നരൻ തന്നെയാണ് അർജുനനായി വന്നിരിക്കുന്ന നരോത്തമൻ, പുരുഷോത്തമൻ. അന്ന് കാലത്ത് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന യുവാക്കളിൽ എല്ലാവരിലും വെച്ച് പ്രഗത്ഭൻ, എല്ലാം കൊണ്ടും സുന്ദരനും തേജസ്വിയും എല്ലാം തികഞ്ഞ ആളാണ്, സകല കലാവല്ലഭൻ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ആ പ്രഭാവത്തിൽ സുഭദ്രാദേവി കണ്ടിട്ട് നാരീണാം ഹൃദയംഗമം തം വീക്ഷ്യ, നാരികളുടെ എല്ലാം ഹൃദയത്തെ പ്രവേശിക്കുന്നവനായ, ഹൃദയത്തിന് പറ്റിയവനായ അവനെ കണ്ടിട്ട് ഹസന്തി വ്രീഡിതാപാംഗി, ചിരിക്കുന്നവളായി, പുഞ്ചിരിക്കുന്നവളായിട്ടും വ്രീഡിത അപാംഗി, അവളുടെ ലജ്ജ അത് കടക്കണ്ണിലൂടെ കാണിച്ചുകൊണ്ട്, ലജ്ജാഭാവം അപാംഗത്തിലൂടെ കാണിച്ചുകൊണ്ട്, കടക്കണ്ണെറിഞ്ഞുകൊണ്ട്, നേരിട്ട് നോക്കാൻ ലജ്ജ സമ്മതിക്കുന്നില്ല. അങ്ങനെ വ്രീഡിതാപാംഗി തന്യസ്ത ഹൃദയേക്ഷണ, എന്നാൽ അർജുനനിൽ തന്നെ വെച്ചതായിട്ടുള്ള, ന്യസിച്ചതായിട്ടുള്ള ഹൃദയവും ഈക്ഷണവും, മനസ്സ് അർജുനനിൽ നിന്ന് പറഞ്ഞു പോരുന്നില്ല, കണ്ണും പറഞ്ഞു പോരുന്നില്ല. പക്ഷെ നേരെ നോക്കാൻ മടിയുമുണ്ട്, വേറെ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയുമുണ്ട്. അങ്ങനെ അപാംഗം കൊണ്ട് നോക്കിക്കൊണ്ട്, മനസ്സ് അവനിൽ ഉറപ്പിച്ചുകൊണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പറയുക, ഈശ്വര സൃഷ്ടിയിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഒരു അത്ഭുതമാണ്. ആർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവോ, വിവാഹം കഴിക്കാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നുവോ, അവർ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോഴും ഇതുപോലെയുള്ള ചില കെമിസ്ട്രിയൊക്കെ വർക്കൗട്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. സന്യാസി വേഷത്തിലാണെങ്കിലും ഇവിടെ സുഭദ്രയുടെ മനസ്സ് അദ്ദേഹത്തിൽ തന്നെ ഉറച്ചു. അങ്ങനെ മനസ്സിലും കണ്ണും കടക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. സാപി തം ചകമേ, അങ്ങനെ അവളും അവനെ കാമിച്ചു എന്നാണ്. താം പരം സമനുധ്യായൻ അന്തരം പ്രേപ്സുരർജുനഃ നലേഭേ സംഭ്രമച്ചിത്തഃ കാമേനാതിബലീയസാം. താം പരം സമനുധ്യായൻ അന്തരം പ്രേപ്സുരർജുനഃ നലേഭേ സംഭ്രമച്ചിത്തഃ കാമേനാതിബലീയസാം. താം പരം സമനുധ്യായൻ, താം ആ സുഭദ്രയെ തന്നെ പരം നല്ലതുപോലെ, സമനുധ്യായൻ സമ്യക് അനുധ്യായൻ നിരന്തരം ധ്യാനിച്ചുകൊണ്ട്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ. അങ്ങനെ അവളെ തന്നെ നിരന്തരം ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ
തീർത്ഥയാത്രയ്ക്ക് വന്ന് ഈശ്വര ധ്യാനം ചെയ്യുന്നതിന് പകരം ഇപ്പൊ സുഭദ്രാ ധ്യാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തം പരം സമനുധ്യായന് അന്തരം പ്രേപ്സുഹു, അന്തരം ഗ്യാപ്പ്, അവസരം, ഇവളെ കൊണ്ടുപോകാനുള്ള അന്തരം പ്രേപ്സു, പ്രേപ്സു എന്ന് പറഞ്ഞാൽ പ്രാപ്തുമിച്ചു, അന്തരം പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ലഭിച്ചാൽ ഇവളെ തട്ടിക്കൊണ്ടുപോകാം എന്ന് അവസരത്തെ പ്രാപിക്കാൻ ഇച്ഛയോടുകൂടിയവനായിട്ട് അർജുന അതിബലീയസാ കാമേന ഭ്രമച്ചിത്ത, അതിബലീയസാ കാമേന ഭ്രമച്ചിത്ത, അതിബലവത്തായിട്ടുള്ള കാമം കൊണ്ട് ഭ്രമിക്കുന്ന ചിത്തത്തോടു കൂടിയവനായി മനസ്സ് മുഴുവൻ അവളെ ചുറ്റിപ്പറ്റിക്കൊണ്ടേയിരിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. കാന്തത്തിന്റെ അടുത്തേക്ക് ഇരുമ്പ് ആകർഷിക്കപ്പെട്ടതുപോലെ അർജുനന്റെ മനസ്സ് സുഭദ്രയിൽ ഒട്ടി. അങ്ങനെ ഭ്രമിക്കുന്ന ചിത്തത്തോടുകൂടി ശം നലേഭേ, സുഖം ലഭിച്ചില്ല, ശാന്തി ലഭിച്ചില്ല, മനസ്സിന് സ്വസ്ഥതയുണ്ടായില്ല. നിരന്തരം സുഭദ്രാ ധ്യാനം. മഹത്യാം ദേവയാത്രായാം രതസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമതഃ പിത്രോഃ കൃഷ്ണസ്യ ച മഹാരഥഃ. മഹത്യാം ദേവയാത്രായാം രതസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമതഃ പിത്രോഃ കൃഷ്ണസ്യ ച മഹാരഥഃ. അപ്പോ അവസരം കാത്തിരിക്കുകയാണല്ലോ. ഒരവസരം ഉണ്ടായി. എപ്പോഴാണത്? ദേവയാത്ര. ദേവയാത്ര എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം. അത് മഹതീ ദേവയാത്ര. അതിന്റെ സപ്തമിയാണ് മഹത്യാം ദേവയാത്രായാം. അതികേയമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഉത്സവ വേളയിൽ നടത്താം ആ ദേവയാത്രയിൽ. അപ്പൊ ഉത്സവം നടക്കുമ്പോൾ അതിന്റെ തിരക്കിലാണ് എല്ലാവരും. ബലരാമസ്വാമിയാണ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും അവിടുന്ന് മാറി നിൽക്കാൻ ഒഴിവില്ല. അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. തന്റെ സഹോദരിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും എന്നുള്ള അതിനുള്ള ധൈര്യമുള്ളവരാരും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. തന്നെ ധിക്കരിച്ചുകൊണ്ട്, അല്ലെ, ഇത്രയും ബലവാനായിട്ടുള്ള തന്നെ ധിക്കരിച്ചുകൊണ്ട് ആരും അവളെ തട്ടിക്കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേവയാത്രയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ബാക്കി പൗരന്മാരെല്ലാവരും അതിൽ തിരക്കിലായിരുന്നു. ഈ സന്ദർഭത്തിൽ ആരൊക്കെ ഒത്തുകളിച്ചു എന്നൂടെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? പിത്രോഹോ കൃഷ്ണസ്യ ച അനുമതഃ. പിത്രോഹോ മാതാ, പിത്രോഹോ മാതാവും പിതാവും. അപ്പോൾ സുഭദ്രയുടെ അച്ഛനമ്മമാരായിട്ടുള്ള വസുദേവരുടെയും ദേവകിയുടെയും അനുമതി കിട്ടി. കാരണം അവർക്ക് ഈ ദുര്യോധനെ ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് അർജുനനെയാണ് ഏറ്റവും പ്രിയം. സ്വന്തം വസുദേവരുടെ സഹോദരി പുത്രനാണ് അർജുനൻ. മറ്റത് സഹോദരിയൊന്നുമല്ല, ഗാന്ധാരിയും ധൃതരാഷ്ട്രമൊന്നും. അപ്പൊ സ്വന്തം എന്താ പറയുക, മരുമകൻ, പെങ്ങളുടെ മകനാണ്, കുന്തിദേവിയുടെ മകനാണ്. അത്രയും നല്ല ഗുണങ്ങളുള്ളവരാണ് പാണ്ഡവന്മാര് എന്നും അതിദുഷ്ടനാണ് ദുര്യോധനനെന്നും നല്ലതുപോലെ അറിയാം. പക്ഷെ ആ ദുര്യോധനൻ ബലരാമനെ വശത്താക്കിയിരിക്കുകയാണ്. അവനെന്തോ കൈവശം കൊടുത്ത് ഭ്രമിപ്പിച്ചിരിക്കുകയാണ് എന്നും ഇവർക്കൊക്കെ അറിയാം. അതിൽ നിന്ന് ബലരാമനെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നുമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ നടക്കുള്ളൂ കാര്യം. ഈ സന്ദർഭത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് അമ്മയും അച്ഛനും സമ്മതിച്ചു. അതാണ് പിത്രോഹോ, ആ മാതാവും പിതാവിൻ്റെയും കൃഷ്ണസ്യ ച അനുമതഃ, കൃഷ്ണനും അനുമതി കൊടുത്തു. ഇതന്നെയാണ് കേട്ടോ സന്ദർഭം. ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചോളാം, നീയും സുഭദ്രയും കൂടി പൊക്കോ എന്ന് അർജുനനോട് പറഞ്ഞു. സുഭദ്രയോടും പറഞ്ഞു, നിനക്ക് ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, രഥമൊക്കെ നന്നായിട്ട് നീ ഓടിക്കൂലോ, എന്നെപ്പോലെ തന്നെ രഥം ഓടിക്കുന്ന മിടുക്കിയാണ് നീ, അതുകൊണ്ട് നീ തന്നെ കൈകാര്യം ചെയ്തോളൂ, ആരെങ്കിലും ഉപദ്രവിക്കാമെന്ന അർജുനൻ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തിട്ടു. ആര്? ഭഗവാൻ. അതാണ് അനുമതഃ, സമ്മതഃ.
മഹാരഥ, മഹാരഥനാണ്, അദ്ദേഹത്തിന് ധൈര്യമുണ്ട്. ഇനിയിപ്പോൾ ബലരാമസ്വാമി എങ്ങനെയെങ്കിലും ആക്രമിക്കാൻ വന്നാലും അത്യാവശ്യം തിരിച്ചടിക്കാനും തടയാനും ഒക്കെ ശക്തിയൊക്കെ ഉണ്ട്. അതിന് കഴിവുള്ള ആൾ തന്നെയാണ്, ധീരനാണ്. അങ്ങനെയുള്ള മഹാരഥനായിട്ടുള്ള അദ്ദേഹം രഥസ്ഥാം ദുർഗ നിർഗതാം ജഹാര. അപ്പോൾ ദേവി തന്നെ രഥവും എടുത്തിട്ട് വന്നു. എവിടുന്ന്? ദുർഗത്തിൽ നിന്ന് നിർഗതയായി. ദുർഗം കോട്ട, ദ്വാരകയിലെ ഇവരൊക്കെ സ്വകാര്യമായി താമസിക്കുന്ന അന്തഃപുരവും കോട്ടയും കടന്ന് വണ്ടിയുമായിട്ട് രഥവുമായിട്ട് വന്നത് ദേവി തന്നെയാണ്. ഇദ്ദേഹം എവിടെയാണ്? പുറത്താണ് താമസം കേട്ടോ. ഒരു ദിവസേ ഭിക്ഷയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. അവിടെ സ്ഥിരതാമസമൊന്നും ആയിരുന്നില്ല. പുറത്ത് എവിടെയോ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന സ്ഥലം കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് ബലരാമനുള്ളത്, നീ ആ വഴിക്ക് പൊക്കോ, രഥം എടുത്തിട്ട് ആ വഴിക്ക് പൊക്കോ എന്ന് പറഞ്ഞ് നല്ലൊരു രഥമൊക്കെ തയ്യാറാക്കി കൊടുത്തിരുന്നു ഏട്ടനായ കൃഷ്ണൻ. അതും എടുത്തിട്ട് ദേവി തന്നെ, സുഭദ്രാദേവി തന്നെ വന്നു. അതാണ് ദുർഗ നിർഗതാം രഥസ്ഥാം. ദുർഗത്തിൽ നിന്ന് നിർഗമിച്ചു വന്ന് രഥത്തിലിരിക്കുന്ന അവളെ ജഹാര, ഹരിച്ചു എന്ന് പറഞ്ഞാൽ അർജുനൻ വേഗം രഥത്തിൽ ചാടിക്കേറി. ആയുധങ്ങളൊക്കെ കൃഷ്ണൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവും, രഥത്തിൽ ഓൾറെഡി ഉണ്ടാവും. എന്നാ പൂവല്ലേ എന്ന് പറഞ്ഞ് അർജുനനും ദേവിയുമായിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു. രഥസ്ഥോ ധനുരാദായ ശൂരാംശ്ചാരുന്ധതോ ഭടാൻ വിദ്രാവ്യ ക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാടിവ. രഥസ്ഥോ ധനുരാദായ ശൂരാംശ്ചാരുന്ധതോ ഭടാൻ വിദ്രാവ്യ ക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാടിവ. രഥസ്ഥഃ, അർജുനൻ രഥത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട്, ആരുന്ധത ശൂരാൻ ബടാൻ ധനുഹു ആദായ വിദ്രാവ്യ. ആരുന്ധത ശൂരാൻ ബടാൻ, ശൂരന്മാരായ ഭടന്മാര് ആരുന്ധത എന്ന് പറഞ്ഞാല് വന്ന് രോധനം ചെയ്യണം, നിരോധനം ചെയ്യണം, തടയുകയാണ്. നാല് ഭാഗത്ത് നിന്നും ആസമന്താതുരുന്ധത, ചുറ്റും വന്ന് വളയുന്നവരായ പരാക്രമികളായ ഭടന്മാരെ ധനുഹു ആദായ വിദ്രാവ്യ, വില്ലെടുത്ത് കൊലച്ച് അസ്ത്രങ്ങൾ പ്രയോഗിച്ച് അവരെയെല്ലാം ഓടിച്ചു വിട്ടു. വില്ലാളി വീരനായിട്ടുള്ള അർജുനന് ഇവരൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ എല്ലാവരെയും ഓടിച്ചു വിട്ടു. എന്നിട്ടോ ക്രോശതാം സ്വാന, മൃഗരാട് സ്വഭാഗം ഇവ ജഹാര. സ്വാനാം ക്രോശതാം സദാ, ക്രോശിക്കുക എന്ന് പറഞ്ഞാൽ ആക്രോശിക്കുക, നിലവിളിക്കുക. സ്വാനാം എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടർ തന്നെയാണ്. അർജുനനും ബന്ധുക്കളാണ്, സുഭദ്രയ്ക്കും ബന്ധുക്കളാണ്. ആ ബന്ധുക്കൾ ഇങ്ങനെ നിലവിളിച്ച് ആക്രോശിക്കുമ്പോൾ കള്ളാ നിക്കള അവിടെ എന്നൊക്കെ പറഞ്ഞ് അർജുനൻ വിളിക്കുന്നുണ്ടാവും. സുഭദ്രയോടും പറയണ്ടാവും, നീ എന്ത് പണിയായി ചെയ്യുന്നത്, ഏട്ടനെ പറ്റിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ വിളിച്ചു പറയണ്ടാവാം. എന്തായാലും അവര് വിളിച്ചു പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ, അതാണ് സ്വാനാം ക്രോശതാം സദാം മൃഗരാട് ഇവ, മൃഗരാട് സ്വഭാഗം ഇവ ജഹാര. ഒരു സിംഹം അതിന്റെ ഭാഗത്തെ ഹരിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നാലെ കുറുനരികളൊക്കെ ഓരിയിടും, അതൊന്നും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ പിന്നാലെ മറ്റു മൃഗങ്ങളെല്ലാം ശബ്ദിക്കുമ്പോഴും തനിക്ക് കിട്ടിയതായിട്ടുള്ള, താൻ പിടിച്ച് വേട്ടയാടി എടുത്തതായിട്ടുള്ള മൃഗത്തെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ എങ്ങനെയാണോ സിംഹം പിടിച്ചു കൊണ്ടുപോവുക, അതുപോലെ തല ഉയർത്തിക്കൊണ്ട് അർജുനൻ ഈ തന്റെ ഭാഗമായിട്ടുള്ള സുഭദ്രയെയും കൊണ്ട് കടന്നു കളഞ്ഞു എന്നർത്ഥം. ഇവളെ ഞാൻ ദുര്യോധനെ പോലെയുള്ള ദുഷ്ടന്മാർക്ക് വിട്ടുകൊടുക്കില്ല, ഇവളെ എനിക്ക് ചേരേണ്ടവളാണ് എന്നുള്ള ആ ഒരു ഭാവത്തോടെ വീരനായിട്ടുള്ള അർജുനൻ സുഭദ്രയെയും കൊണ്ട് സിംഹരാജനെ പോലെ കടന്നു. മൃഗരാടിവ ജഹാര എന്ന് മുമ്പേ പറഞ്ഞ ജഹാര ഇവിടേക്കും ചേർക്കണം. തശ്രുത്വാ ക്ഷുഭിതോ രാമഃ പർവണീവ മഹാർണവഃ ഗൃഹീതപാദഃ കൃഷ്ണേന സുഹൃദ്ഭിശ്ച അന്വശാമ്യത. തശ്രുത്വാ ക്ഷുഭിതോ രാമഃ പർവണീവ മഹാർണവഃ ഗൃഹീതപാദഃ കൃഷ്ണേന സുഹൃദ്ഭിശ്ചാന്വശാമ്യത. തശ്രുത്വാ രാമഃ ക്ഷുഭിതഃ, ഈ വർത്തമാനം രാമന്റെ ചെവിയിലെത്തി.
ഉത്സവം നടത്തി കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ആ ചെവിയിലെത്തിയത്. അത് കേട്ടിട്ട് രാമഃ ക്ഷുഭിതഃ, കോപിച്ചു. ഏതുപോലെ? പർവണി മഹാർണവഃ ഇവ, വാവ് ദിവസങ്ങളിൽ സമുദ്രം ക്ഷോഭിക്കും പോലെ. വേലിയേറ്റം വേലിയിറക്കമൊക്കെ വാവ് ദിവസങ്ങളിലാണല്ലോ ഉണ്ടാവുക. അപ്പം സമുദ്രം ക്ഷോഭിക്കും. അപ്പൊ അതുപോലെ സമുദ്രം ശോഭിക്കുന്നത് പോലെ ഈ ഒരു സന്ദർഭത്തിൽ വല്ലാതെ കോപിച്ചു. ഒലക്കയും കലപ്പയുമൊക്കെ ആയിട്ട് രാമൻ രഥത്തിൽ കയറുകയാണ്, പിന്നാലെ പിന്തുടരാനും ആക്രമിക്കാനുമായിട്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? കൃഷ്ണേന സുഹൃദ്ഭിഹി ഗൃഹീതപാദഃ അന്വശാമ്യത. കൃഷ്ണേന സുഹൃദ്ഭിഹി ഗൃഹീതപാദഃ, കൃഷ്ണനാലും സുഹൃത്തുക്കളാലും, ഇവിടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരടക്കം വസുദേവരും ദേവകിയുമാകുന്ന സുഹൃത്തുക്കൾ, രാമന്റെ അമ്മയായ രോഹിണി എന്ന സുഹൃത്ത്, ഇവരൊക്കെ ബന്ധുക്കളാണ്. ബന്ധുക്കളെല്ലാം സുഹൃത്തുക്കൾ എന്ന് പറയാം. അതുപോലെ ഉഗ്രസേന രാജാവ്, അതുപോലെ ഉദ്ധവൻ മുതലായിട്ടുള്ള മന്ത്രിമാര്, അക്രൂരൻ മുതലായിട്ടുള്ള കാരണവർമാര്, ഇവരൊക്കെ രാമനെ പിടിച്ച് നല്ലത് ഉപദേശിച്ചിട്ടുണ്ടാവും. കൃഷ്ണൻ പിന്നെ പറയുകയും വേണ്ട. അതാണ് കൃഷ്ണേന ഗൃഹീതപാദഃ, കാല് പിടിച്ചിട്ട്. അല്ലേ? കൃഷ്ണൻ നല്ല വാക്ചാതുര്യമുള്ള ആളാണ്. അപ്പം ഏട്ടൻ രഥത്തിൽ കയറിയപ്പോൾ കൂടെ ചാടി കയറിയിട്ടുണ്ടാവും. ഏട്ടാ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ. എന്നിട്ട് രഥം താൻ തന്നെ ഓടിക്കുന്നത് പോലെ ഭാവിച്ച് പതുക്കെ പതുക്കെ ഓടിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇടയ്ക്ക് ഏട്ടനോട് തിരിഞ്ഞു നോക്കിയിട്ട്, എന്താ ചെയ്യുക ഏട്ടാ, അവനെ കിട്ടിയാൽ, നമ്മുടെ സഹോദരിയെ കട്ടുകൊണ്ട് പോയി അവനെ എന്താ ചെയ്യേണ്ടത്? അവനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഈ കലപ്പ കൊണ്ട് പിടിച്ച് വലിച്ച് ഒലക്ക കൊണ്ട് അവൻ്റെ തലയ്ക്കടിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കാണും ആദ്യം. അത് കഴിഞ്ഞ് പതുക്കെ, അല്ല ഏട്ടാ, ആരാ തേരോടിക്കുന്നതെന്ന് പറഞ്ഞ്, നമ്മുടെ അനിയത്തിയല്ലേ, അവളല്ലേ രഥം സംഘടിപ്പിച്ചുകൊണ്ട് അർജുനനെയും കൊണ്ടുപോവുകയല്ലേ ചെയ്തത്. അർജുനൻ അവളെ കൊണ്ടുപോവല്ലോ ചെയ്തത്. അപ്പൊ ഇതെല്ലാവരും പറയണ കേട്ടുല്ലോ. നമ്മള് നാട്ടുകാരെ കണ്ടവരൊക്കെ വന്ന് നമ്മളോട് പറഞ്ഞതല്ലേ. അപ്പോൾ ഇങ്ങനെ മറ്റൊരു പുരുഷന്റെ കൂടെ അയാളെ അങ്ങോട്ട് അപഹരിച്ചു കൊണ്ടുപോയവളായ നമ്മുടെ സഹോദരിയെ ഇനി ആരെങ്കിലും വിവാഹം കഴിക്കുമോ? നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ? ഇനി നമ്മൾ അർജുനനെ തല്ലിക്കൊന്നാലോ? കൊന്നു തന്നെ വയ്ക്കുക. അവളെന്താവും പാവം, വിധവയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കില്ലേ അവളുടെ ജീവിതം മുഴുവൻ. അപ്പൊ നമ്മളൊക്കെ അനേക ഭാര്യമാരോടുകൂടി ഇങ്ങനെ സുഖിച്ച് കഴിയുമ്പോൾ നമ്മുടെ സഹോദരി മാത്രം ഒരു വിധവയായിട്ട് കഴിയുന്നത് നല്ലതാണോ? നമ്മളെങ്ങനെയാ അത് കണ്ടോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ബലരാമസ്വാമിയുടെ ബുദ്ധിയെ പാറു ചേറാക്കി. അതാണ് ഗൃഹീതപാദഃ. അങ്ങനെ പതുക്കെ നമുക്ക് എന്തായാലും അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് നേരെ വണ്ടി തിരിച്ചിട്ടുണ്ടാവും വസുദേവരുടെ അടുത്തേക്ക്. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അമ്മയുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവരും ബലരാമസ്വാമിയോട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അർജുനനെ തന്നെയാണ്. അത് അർജുനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ദുര്യോധനെ പോലൊരു ദുഷ്ടനെ അല്ല അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ കാര്യം പറഞ്ഞ് എല്ലാവരും കൂടി ബലരാമസ്വാമിയെ സമ്മതിപ്പിച്ചു. അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവന്ന് വിവാഹം ഭംഗിയായി കഴിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്വശാമ്യത, അദ്ദേഹത്തിൻ്റെ ക്രോധം ശമിച്ചു, അനുശമനമുണ്ടായി, മനസ്സ് ശമിച്ചു. പ്രാഹിണോത്പാരിബർഹാണി വരവദ്ധോർമുദാബലഃ മഹാദനോപസ്കരേ ഭരദാശ്വനരയോഷിതഃ. പ്രാഹിണോത്പാരിബർഹാണി വരവദ്ധോർമുദാബലഃ മഹാദനോപസ്കരേ ഭരദാശ്വനരയോഷിതഃ. ഇപ്പോൾ പ്രാഹിണോത്ത് എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഹിനോത് അയച്ചു എന്നാണ്. എന്തയച്ചു? സ്ത്രീധനമായിട്ട് സമ്മാനങ്ങളായിട്ട് ഇതൊക്കെ കൊടുത്തയച്ചു. എന്തൊക്കെ? പാരിബർഹാണി, പാരിബർഹങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം സമ്മാനങ്ങൾ. ആരാ കൊടുത്തത്? ബലഹ എന്ന് പറഞ്ഞ ഏട്ടൻ തന്നെ അതിന് നേതൃത്വം കൊടുത്തു. ഏട്ടൻ അത്രയും വാത്സല്യമായിരുന്നു സുഭദ്രയെ. അപ്പൊ ബലഹ മുദാ, സന്തോഷത്തോടു കൂടി തന്നെ. വരവദ്വോഹോ മഹാദന ഉപസ്കര ഇബ രഥ അശ്വ നര യോഷിത. വരവദ്വോഹോ
ആ വധൂവരന്മാർക്ക് പുതിയ ദമ്പതികൾക്കായിക്കൊണ്ട് മഹാധനം, അളവില്ലാതെ ധനം കൊടുത്തു. ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, അല്ലേ, കിടക്കാനുള്ള കട്ടില്, ഇരിക്കാനുള്ള കസേരകള്, ദിവാനുകള്, അലമാറകള് എന്നൊക്കെ പറഞ്ഞ പോലെ പാത്രങ്ങള്, ഇതൊക്കെ കൊടുത്തയക്കാം. അപ്പൊ ഉപകരണങ്ങള്, അതുപോലെ തന്നെ മഹാധന, ഉപസ്കര, ഇഭ എന്ന് പറഞ്ഞാൽ ആനകള്, രഥ എന്ന് പറഞ്ഞാൽ രഥങ്ങള്, അശ്വ കുതിരകള്, നര മനുഷ്യന്മാരെ എന്ന് വെച്ചാൽ കാലാൾ സൈന്യം. അപ്പോൾ ഒരു ചതുരംഗ സൈന്യവും കൊടുത്തു വിട്ടു എന്നാണ്. ഇവിടെ ധാരാളം ഉണ്ട്. അതിൽ നിന്ന് ഒരു ചതുരംഗ സൈന്യത്തെ അർജുനന് സമ്മാനമായിട്ട് സുഭദ്രയോടൊപ്പം കൊടുത്തുവിട്ടു. യോഷിത്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, മറ്റേ ദാസി സ്ത്രീകളെയും സുഭദ്രയെ ശുശ്രൂഷിക്കാനായിക്കൊണ്ട് കുറേ പേരെ പറഞ്ഞു വിട്ടു. അങ്ങനെ സമ്മാനങ്ങളോടുകൂടി വിവാഹം ഗംഭീരമായിട്ട് നടത്തി അവരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയച്ചു, അല്ലെങ്കിൽ ഹസ്തിനപുരത്തിലേക്ക് അയച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ ആ വിവാഹം നടന്നത്, അപ്പോൾ ഹസ്തിനപുരത്ത് വെച്ച് തന്നെയാണ് വിവാഹം നടന്നിട്ടുള്ളത്. ഇന്ദ്രപ്രസ്ഥമൊക്കെ പിന്നീടാണ് നിർമ്മിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥം പിന്നീട് അർജുനനും കൃഷ്ണനും കൂടി നായാട്ടിന് പോകുമ്പോൾ അഗ്നിദേവന് ഗാണ്ഡവ വനം ദഹിപ്പിച്ചു കൊടുക്കുന്ന കഥയൊക്കെ പിന്നീടാണ് വരിക. അപ്പോൾ എന്തായാലും വിവാഹം ഭംഗിയായിട്ട് ജ്യേഷ്ഠൻ തന്നെ കാരണവരായിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആശീർവാദത്തോടുകൂടി നടത്തി സന്തോഷിച്ചു. അപ്പോൾ ഇങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോയ അർജുനൻ തീർത്ഥയാത്രയല്ല നടത്തിയത്, തൻ്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. എന്താ തൻ്റെ സംസ്കാരം? രജോഗുണത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാമം ഉണ്ടായി, ആഗ്രഹമുണ്ടായി, വിവാഹം കഴിച്ചു, അല്ലേ? അതും ബലാത്കാരേണ മറ്റുള്ളവരുടെ എതിർപ്പുണ്ടായിട്ടും അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് രജോഗുണം നല്ലോണം വേണം. സാത്വികന്മാരൊന്നും ഈ പണിക്ക് നിൽക്കില്ല. സത്വഗുണം അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ പണിക്കൊന്നും നിൽക്കില്ല. അപ്പോൾ രജോഗുണമുള്ളവർക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്യന്ത രജോഗുണത്തിൻ്റെ മൂർത്തിയാണ് അർജുനൻ എന്ന് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രജോഗുണം അർജുനന്റെ ക്ഷയിക്കാതെ അർജുനന് സന്യാസത്തിന് പോകാൻ യോഗ്യതയില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് മഹാഭാരത യുദ്ധം വരുന്നത്. എന്തായാലും അഭിമന്യുവിന് 16 വയസ്സ് ഏകദേശം. അപ്പൊ ഈ വിവാഹം കഴിച്ച് 10, 16, 17 വർഷം കഴിഞ്ഞിട്ടാണ് മഹാഭാരത യുദ്ധം വരുന്നത് എന്ന് പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും അപ്പോഴൊക്കൊന്നും ഇയാളുടെ രജോഗുണം അങ്ങനെ പെട്ടെന്നൊന്നും ശമിച്ചിട്ടില്ല. അതിൻ്റെ തെളിവാണ് അദ്ദേഹം തന്നെ വലിയൊരു സൈന്യത്തെ സമാഹരിച്ച് മഹാഭാരത യുദ്ധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതും. 7 അക്ഷൗഹിണി സൈന്യത്തെ സമാഹരിച്ച് അവർക്കൊക്കെ ആത്മവിശ്വാസം പകർന്നുകൊടുത്ത് ധൈര്യം കൊടുത്ത് മുന്നിൽ നിന്ന് സർവ്വസൈന്യാധിപനായിട്ട് അവരെ നയിക്കുന്നത് അർജുനൻ തന്നെയാണ്. ദൃഷ്ടദ്യുമ്നനും മുകളിലാണ് പാണ്ഡവന്മാരുടെ സ്ഥാനം. ദൃഷ്ടദ്യുമ്നന്റെയും മുകളിലാണ് നകുല സഹദേവന്മാര്, അവരുടെയും മുകളിലാണ് ഭീമൻ, അവരുടെയും മുകളിലാണ് അർജുനൻ. അർജുനന്റെ മുകളിൽ യുധിഷ്ഠിരനും കൃഷ്ണനും മാത്രമേ ഉള്ളൂ. യുധിഷ്ഠിരൻ രാജാവായതുകൊണ്ടും കൃഷ്ണൻ എല്ലാറ്റിലും ഉപരിയാണ്. കൃഷ്ണന്റെ ആജ്ഞ എല്ലാവരും അനുസരിക്കാൻ സന്നദ്ധരാണ്. അപ്പൊ അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് യുദ്ധം ചെയ്ത് അവകാശപ്പെട്ട രാജ്യം വീണ്ടെടുക്കാനും പ്രതികാരം ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുമ്പെട്ടുള്ള അർജുനന്റെ രജോഗുണം പെട്ടെന്നൊന്നും ക്ഷയിക്കുന്നതല്ല. ആ രജോഗുണവും വെച്ചിട്ട് അർജുനൻ പറയാണ്, ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമബീഹ ലോകേ. മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ വധിക്കാതെ
ഭിക്ഷാടനം ചെയ്ത് സന്യാസ ജീവിതം നയിക്കുന്നതാണ് എനിക്ക് ശ്രേയസ്കരം എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തൽക്കാല ചിത്തഭ്രമം കൊണ്ട് പുലമ്പുന്ന വാക്കുകൾ മാത്രമാണ്. തൽക്കാല ഭ്രമം മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ സ്വഭാവമല്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് കൂടെ നടക്കുന്ന കൃഷ്ണന് നല്ലോണം അറിയാം, അല്ലേ? കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നുള്ള അത് പ്രകാരം അർജുനന്റെ കൂടെ നടക്കുന്ന ആളാണ് കൃഷ്ണൻ. സഖാവാണ്, എപ്പോഴും കൂടെ നടക്കുന്നത്. അതുകൊണ്ട് അർജുനന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അർജുനൻ സന്യസിക്കാൻ യോഗ്യനല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട് കൃഷ്ണന്. അതിന് വിട്ടാൽ ശരിയാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് നല്ല കണക്കിൽ ഉപദേശിക്കുന്നത്. നീയ് ഇവിടുന്ന് നിന്റെ ഈ ബുദ്ധിയോടുകൂടി ഗുരുക്കന്മാരെ വധിക്കുന്നതൊക്കെ മോശമാണെന്ന് കരുതി നീ തിരിഞ്ഞു പോയാൽ നിന്നെ അത് പറഞ്ഞിട്ടല്ല, അയ്യോ ശ്രേഷ്ഠനാണ് അർജുനൻ, നല്ലവനാണ് അർജുനൻ, ഗുരുനിന്ദ ചെയ്യാൻ, ഗുരുക്കന്മാരെ കൊല്ലാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നൊന്നും അല്ല ആളുകൾ പറയാ. നിന്റെ ശത്രുക്കൾ നിന്നെക്കുറിച്ച് അവാച്യവാദാഞ്ച ബഹൂൻ കഥയിഷ്യന്തി തേ അവ്യയാം, നിനക്ക് ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ചീത്തപ്പേരുകൾ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിന്നെക്കുറിച്ച് നിന്റെ ശത്രുക്കളായ ദുര്യോധനാദികൾ പറഞ്ഞു പരത്തും. അത് നിനക്കൊരിക്കലും സഹിക്കാനാവില്ല. നീ വീണ്ടും യുദ്ധത്തിനൊരുമ്പെടും. ഇതെല്ലാം അറിയുന്ന ഭഗവാൻ പറഞ്ഞ് അർജുനനെ യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ അർജുനൻ ഏത് ധർമ്മത്തിന് യോഗ്യനാണ്? പ്രവൃത്തി ധർമ്മത്തിന് യോഗ്യനാണ്. അദ്ദേഹം നിവൃത്തി ധർമ്മത്തിന്റെ യോഗ്യത ആയിട്ടില്ല. അപ്പൊ അത് നിവൃത്തിധർമ്മം വേദത്തിൽ പ്രശംസിച്ചിട്ടുണ്ടല്ലോ. ഭഗവാനും അർജുനനോട് പറയുമ്പോൾ പ്രശംസിക്കുന്നുണ്ടല്ലോ, അല്ലേ? അർജുനൻ തന്നെ അത് ചോദിക്കുന്നുണ്ട്. അങ്ങ് തന്നെ രണ്ടിനെയും പറയുന്നു. അതിൽ നിവൃത്തിധർമ്മത്തെ, സന്യാസത്തെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. എന്നിട്ടും എന്നെ എന്തിനാ ഈ പ്രവൃത്തിയിലേക്ക് നിർബന്ധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഈ ലോകത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഞാൻ, ഇതിന്റെ ഈശ്വരനായിട്ടുള്ള ഞാൻ, രണ്ട് പ്രകാരത്തിലുള്ള പദ്ധതികൾ ഒരുക്കി തന്നിട്ടുണ്ട്. ദ്വിവിധാ നിഷ്ഠ മയാ പ്രോക്ത, എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സാഖ്യന്മാർക്കുള്ള ജ്ഞാനയോഗം. സാഖ്യന്മാരെന്നാൽ സന്യാസികൾ, അന്ധക്കരണ ശുദ്ധി വന്നിട്ടുള്ളവർ, വിവേക വൈരാഗ്യ സമാധി ഷഡ്ക സമ്പത്തി മുമുക്ഷുത്വം മുതലായ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നരായിട്ടുള്ളവർ, സാത്വികന്മാർ, അവർക്കുള്ളതാണ് ജ്ഞാനയോഗം. രജോ ഗുണം തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവർക്ക് ജ്ഞാനയോഗം ശരിയാവില്ല. അതുകൊണ്ട് കർമ്മയോഗേന യോഗിനാം, പ്രവൃത്തി ധർമ്മമാണ്, കർമ്മയോഗമാണ് കർമ്മയോഗികൾക്ക് ഉള്ളത്, ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ആളുകൾക്ക് ഉള്ളത്. അവരതിലൂടെ പാകത വന്ന് അന്ധക്കരണ ശുദ്ധി വന്ന് വാനപ്രസ്ഥ സന്യാസത്തിലേക്ക് കടക്കാം. അതുവരയ്ക്ക് അവർക്ക് ഗൃഹസ്ഥാശ്രമധർമ്മം നന്നായി അനുഷ്ഠിക്കുക, പഞ്ചമഹായജ്ഞങ്ങൾ നന്നായി അനുഷ്ഠിക്കുക, അതിലൂടെ അന്ധക്കരണ ശുദ്ധി നേടുക. അപ്പോൾ അർജുന, നീ നിന്റെ കർത്തവ്യകർമ്മങ്ങൾ ഇപ്പോൾ അനുഷ്ഠിക്കുക, അതിലൂടെ അന്ധക്കരണ ശുദ്ധി നേടുക. എന്നിട്ട് നിനക്ക് യുദ്ധവും രാജ്യവും എല്ലാം വെടിഞ്ഞ് സ്വസ്ഥനായി സന്യാസ ജീവിതം നയിക്കാം. ഇതാണ് ഭഗവാൻ ഉപദേശിച്ചത്. ആ ഒരു തത്വത്തെ വളരെ മനോഹരമായി ഒരു കഥയിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ തന്നെ 13-ാം ശ്ലോകം മുതൽക്ക് വരുന്ന ഭഗവാന്റെ മിഥിലാപുര യാത്ര. മിഥിലാപുരത്തിലുള്ള 2 തരം ഭക്തന്മാരെ അനുഗ്രഹിക്കുകയാണ്, ബഹുളാശ്വനും ശ്രുതദേവനും. അതിൽ ബഹുളാശ്വൻ പ്രവൃത്തിധർമ്മത്തിൻ്റെ കർമ്മയോഗിയുടെ പ്രതീകമാണ്. ശ്രുതദേവൻ ജ്ഞാനയോഗി സന്യാസി, ആ ഒരു പാകം വന്ന ആളാണ്. അപ്പോൾ ശ്രുതദേവന്
ആ രീതിയും ബഹുളാശ്വന് ആ രീതിയും. അവരെ രണ്ടുപേരെയും ഭഗവാൻ ഒരുപോലെ കാണുന്നു, അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് രണ്ട് മാർഗങ്ങളും ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. രണ്ടും രണ്ട് കണ്ണുകൾ പോലെയാണ്. ഭഗവാന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും. ആ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത കഥ വരുന്നത്. നമുക്കത് നാളെ കാണാം. ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടാവില്ല, നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ കഥ തുടരും. എല്ലാവർക്കും ശ്രീ പത്മനാഭ ശതകം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആർഷതീർത്ഥത്തിലെ ഒരു ഗ്രൂപ്പിനെ ശ്രീ പത്മനാഭ ശതകം ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ചേരേണ്ടവർക്കൊക്കെ ചേരാവുന്നതാണ്. ഓക്കെ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.